ഏതൊരു മനുഷ്യന്റെ ജനാസ കൊണ്ടുപോയി കബറി വെച്ചാലും കബറിന്റെ സ്വഭാവം എങ്ങനെയാ? ഒന്ന് കെട്ടിപ്പിടിക്കും. ആ കെട്ടിപ്പിടുത്തം വല്ലാത്ത കെട്ടിപ്പിടുത്തമാ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖബർ കെട്ടിപ്പിടിക്കുമാ, കെട്ടിപ്പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്കും കഴിയില്ല. അങ്ങനെ ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു രക്ഷപ്പെടുമായിരുന്നു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൈനബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കൊണ്ട് ഖബറടക്കുകയാണ്. ഖബറിനകത്ത് മയ്യത്തിറക്കി വെച്ചിട്ട് സഹാബത്ത് മണ്ണ് വെട്ടിയിട്ട് കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഖബറിന്റെ മുകളിൽ നിന്ന് കരയുകയാണ്. സഹാബത്ത് ചോദിച്ചു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എന്തിനാണ് കരയുന്നത്? എന്റെ സൈനബിന്റെ മയ്യത്ത് ഖബറിനകത്ത് ഇറക്കി വെച്ചപ്പോ ഖബർ ഞെരുക്കി സഹാബാ. എന്റെ സൈനബ് സദാ വേദന സഹിക്കാൻ കഴിയാതെ കരഞ്ഞ ശബ്ദമുണ്ടല്ലോ, അത് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ കേട്ടെന്ന ലോകത്തിന്റെ നേതാവ് പഠിപ്പിക്കുമ്പോ നമ്മളും പോകണ്ടവരാ. ഒരു ദിവസം നമ്മളെയും കൊണ്ട് വെക്കുമല്ലോ. എങ്ങനാ ഖബർ ഞെരുക്കുന്നത്? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബാ, നമ്മുടെ വീട്ടിലെ കൊച്ചുമക്കളുണ്ടല്ലോ, ഒരു വയതാ പ്രസവിച്ച കുഞ്ഞു മക്കളുണ്ടല്ലോ, ഉമ്മയുടെ മടിത്തട്ടിൽ കിടന്ന് ഉറക്കത്തിൽ കിടന്ന് ചിരിക്കുന്നത് കാണുമ്പോ, പടച്ചവനെ, ചെറിയ മക്കൾ ഉമ്മയുടെ മടിത്തട്ടിൽ കിടന്നിട്ട് നമ്മുടെ മക്കൾ ഉറക്കത്തിൽ ചിരിക്കുന്നത് കാണുമ്പോ സന്തോഷം കൊണ്ട് നമ്മുടെ ഉമ്മമാര് കുഞ്ഞിന്റെ തലയിൽ ചുംബിക്കുമല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ചില ആൾക്കാരുടെ മയ്യത്ത് ഖബറിനകത്ത് കൊണ്ടുവെക്കുമ്പോ തന്റെ ഉമ്മ മടിയിൽ വെച്ച് സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുന്നത് പോലെ ഖബർ ഞെരുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഉമ്മ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുന്നത് പോലെ ഒരു വിഭാഗം ജനങ്ങളെ ഖബർ കെട്ടിപ്പിടിക്കുകയാണ്. രണ്ടാമത്തെ വിഭാഗം എങ്ങനെയെന്നറിയുവോ? 6 അടി മണ്ണിന്റെ കുഴിയുണ്ടല്ലോ പൊന്നുമോനെ. ഒരു മനുഷ്യൻ നേരെ നിന്നാൽ, ഒരു മനുഷ്യന് ഖബറിനകത്ത് നിന്നിട്ട് ഒരു കൈ പോലും ഉയർത്താൻ കഴിയാത്ത ആ ചെറിയ ഖബറുണ്ടല്ലോ, ആ ഖബറിനകത്ത് ചില മയ്യത്തുകൾ ഇറക്കി വെക്കുമ്പോ രണ്ടു ഭാഗത്ത് നിന്ന് ഖബർ ഞെരുക്കുകയാണ്. വാരിയെല്ലുകൾ കോർക്കുന്ന രീതിയിൽ, അല്ലാഹുവേ, അവന്റെ നെഞ്ചും കൂടും പൊടിഞ്ഞു പോകുന്ന രീതിയിൽ ഒരു വിഭാഗത്തെ ഖബർ ഞെരുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വിഭാഗത്തെ കൊച്ചു മക്കളൊക്കെ ഉള്ളവർക്കറിയാം, ചെറിയ കുട്ടികളൊക്കെ ഉമ്മ സ്നേഹത്തോടെ മടിയിൽ വെച്ച് കെട്ടിപ്പിടിക്കുന്നത് പോലെ ഒരു വിഭാഗത്തെ ഖബർ ഞെരുക്കും. മറ്റൊരു വിഭാഗത്തെ ഈ 2 വാരിയെല്ലുകളും കോർക്കുന്ന രീതിയിലാ ഖബർ ഞെരുക്കുന്നത്. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ.